നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരി ബ്രൈറ്റ് വ്യൂ ഒപ്റ്റിക്കൽസും പേരാമ്പ്ര സൈമൺസ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപം ബ്രൈറ്റ് വ്യൂ ഒപ്റ്റിക്കൽസിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് മാധ്യമപ്രവർത്തകൻ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി പ്രശസ്ത സംഗീത സംവിധായകൻ ഹരിപ്പാട് KPN പിള്ളയെ ആദരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ബാലുശ്ശേരി ബ്രൈറ്റ് വ്യൂ ഒപ്റ്റിക്കൽസും പേരാമ്പ്ര സൈമൺസ് ഐ ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപം ബ്രൈറ്റ് വ്യൂ ഒപ്റ്റിക്കൽസിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് മാധ്യമപ്രവർത്തകൻ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആശുപത്രികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാത്രം ഒരു ജനകീയ ആരോഗ്യം നിലനിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ഏറ്റവും ഗ്രാമീണ മേഖലയിൽ അത് കണ്ടുപിടിക്കാനും അത് കണ്ടുപിടിച്ച് ആവശ്യമായ ചികിത്സ നൽകാനും ഇത്തരം സ്ഥാപനങ്ങളുടെ സഹായം കൂടി അനിവാര്യമാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബ്രൈറ്റ് വ്യൂ എന്ന സ്ഥാപനം നേരത്തെയും ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്, വീണ്ടും ക്യാമ്പ് നടത്തുകയാണ്. ഇനിയും മെഗാ ക്യാമ്പ് നടത്താൻ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജിൻഷി രാവിലെ വിളിച്ചപ്പോൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. ക്യാമ്പിന്റെ ഭാഗമായി പ്രശസ്ത സംഗീത സംവിധായകൻ ഹരിപ്പാട് KPN പിള്ളയെ ബ്രൈറ്റ് വ്യൂ ഒപ്റ്റിക്കൽസിന് വേണ്ടി ഡയറക്ടർ ജിൻഷി പൊന്നാട് അണിയിക്കുകയും മൊമെന്റോ കൈമാറി ആദരിക്കുകയും ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് രഘുത്തമൻ ചടങ്ങിൽ അധ്യക്ഷനായി. സൈമൺ ഐ ഹോസ്പിറ്റൽ ഡോക്ടർ ആരുഷ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ നിരവധി പേർ പരിശോധന നടത്തി. തിമിര, ഗ്ലോക്കോമ, ഡയബറ്റിക്, റെറ്റിനോപ്പതി എന്നീ വിഭാഗങ്ങളിൽ പരിശോധന നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കണ്ണടകൾക്കും തുടർന്നുള്ള ഹോസ്പിറ്റൽ പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നടത്തി കൊടുക്കുന്നതുമാണ്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.